ഹലോ, വെൽക്കം ടു FM മെഡോണ 39.25 പറയാം പാളം കേട്ട് രസിക്കാം. ഞാൻ RG അശ്വിത രാജ്, 5th B. കൂട്ടുകാരെ, എനിക്കറിയാം നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്ന് റേഡിയോയിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാനല്ലേ? നമുക്കിന്ന് ചാച്ചാജിയുടെ വിശേഷം കേട്ടാലോ. ആരാണ് ചാച്ചാജി? ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി. കുട്ടികളെ ഏറെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിക്കുന്നതല്ലേ. നമ്മുടെ നാട്ടിലെ ശിശുദിനം ആചരിക്കുന്നത് പോലും അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലാണല്ലോ. 5th Bയിൽ നിന്നുള്ള കൂട്ടുകാരെ ഋഷിക നമ്മളോട് ചാച്ചാജിയുടെ വിശേഷങ്ങൾ പറയാം. നമുക്ക് കാതോർക്കാം. കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജീവിതാനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. മാതൃഭൂമി സേവ. സരസമായി സംസാരിക്കുവാൻ ചാച്ചാജി സമർത്ഥനായിരുന്നു. ഏതു കാര്യവും തന്മയത്വമായി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള പാടവം അദ്ദേഹത്തിൽ ജന്മനായുള്ള ഒരു സവിശേഷതയായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ ചാച്ചാജിയെ ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ചു. തിഹാർ ജയിലിലായിരുന്നു നെഹ്റുവിനെ പാർപ്പിച്ചിരുന്നത്. ജയിലിൽ കഴിയുമ്പോഴും അധികാരികളുമായും സഹപ്രവർത്തകരുമായും വളരെ സരസമായി സംസാരിക്കുകയും സൗഹൃദപൂർവ്വം ഇടപെടുകയും ചെയ്യുക അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. അവിടെ നെഹ്റുജിക്കും മറ്റ് രാഷ്ട്രീയ തടവുകാർക്കും ലഭിച്ചിരുന്ന ഭക്ഷണത്തിൽ പകുതിയും കല്ലായിരുന്നു. കല്ല് കടിച്ച് സഹികെട്ട് ഒരു ദിവസം ജയിൽ സൂപ്രണ്ടിനോട് നെഹ്റുജി പറഞ്ഞു, സാർ, ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് അങ്ങയോട് അളവറ്റ കടപ്പാടുണ്ട്. അത് വേറൊന്നുമല്ല, ജയിലിനകത്തു വെച്ചും മാതൃഭൂമിയെ സേവിക്കുവാനുള്ള അസുലഭ ഭാഗ്യം അങ്ങയുടെ കൃപ മൂലം എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ലഭിച്ചിരിക്കുന്നു. അതിൽ ഞാനും സഹപ്രവർത്തകരും തികച്ചും നന്ദിയുള്ളവരാണ്. ജയിലിനകത്തു വെച്ച് എങ്ങനെയാണ് താങ്കൾക്കും സഹപ്രവർത്തകർക്കും മാതൃഭൂമിയെ സേവിക്കാൻ സാധിക്കുന്നത്? ജയിൽ ഉദ്യോഗസ്ഥൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഭക്ഷണപാത്രത്തിൽ കിടന്നിരുന്ന മണ്ണും കല്ലും ജയിൽ സൂപ്രണ്ടിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ചാച്ചാജി സാരമായി മറുപടി നൽകി. സാർ, ഇത് നോക്കൂ, നിത്യവും ഞങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങളിൽ കൂടുതൽ ഭാഗവും മണ്ണും കല്ലുമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കിടന്നുകൊണ്ട് മാതൃഭൂമിയെ സേവിക്കുവാൻ സാധിക്കുന്നു. കാര്യം മനസ്സിലായ ജയിൽ ഉദ്യോഗസ്ഥൻ്റെ മുഖം വിവരണമായി. എങ്കിലും ചാച്ചാജിയുടെ അവസരോചിതമായ ഫലിതോക്തിയിൽ പങ്കുചേർന്ന് അദ്ദേഹത്തിന് ചിരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം മുതൽ നെഹ്റുജിക്കും മറ്റ് രാഷ്ട്രീയ തടവുകാർക്കും കുറെ കൂടി മെച്ചപ്പെട്ട ഭക്ഷണം ലഭിച്ചു തുടങ്ങി. ദിനാനുകമ്പ. ഒരിക്കൽ ചാച്ചാജി ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നതിനു വേണ്ടി തിരക്കിട്ട് പോകുമ്പോൾ അദ്ദേഹം യാത്ര ചെയ്തിരുന്ന കാർ ഒരു പശുവിൻ്റെ ദേഹത്ത് മുട്ടി. അദ്ദേഹം തന്നെയായിരുന്നു കാർ ഓട്ടിച്ചിരുന്നത്. പശു പ്രാണവേദനയോടെ ഉറക്കെ നിലവിളിച്ചു. അത് കേട്ടപ്പോൾ ചാച്ചാജിക്ക് വലിയ സങ്കടമായി. അദ്ദേഹത്തിൽ ഒളിഞ്ഞു കിടന്നിരുന്ന ദിനാനുകമ്പ ഉണർന്നു. നെഹ്റുജി കാർ നിർത്തി താഴെ ഇറങ്ങി. പാവത്തിന് വല്ലാതെ പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പശുവിൻ്റെ അരികിലേക്ക് നടന്നു. കാറിൽ കൂടെ സഞ്ചരിച്ചിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ പിറകെ പശുവിൻ്റെ അടുത്തെത്തി. ഭാഗ്യവശാൽ അതിന് കാര്യമായ പരിക്കൊന്നും പറ്റിയിരുന്നില്ല. അപ്പോഴേക്കും സമീപവാസികളായ ഏതാനും കർഷകർ അവിടെ എത്തിച്ചേർന്നു. ഓ, അദ്ദേഹം നമ്മുടെ പണ്ഡിറ്റ്ജി അല്ലേ എന്ന് മന്ത്രിച്ചുകൊണ്ട് അവർ ചാച്ചാജിയുടെ വിവരങ്ങൾക്ക് ആരാഞ്ഞു. ഗ്രാമീണരുടെ കൂട്ടത്തിൽ പശുവിൻ്റെ ഉടമസ്ഥനുമുണ്ടായിരുന്നു. അയാൾ ചാച്ചാജിയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, പശുവിന്
പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. പശുവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങ് ഉടൻ തന്നെ യോഗസ്ഥലത്തേക്ക് ചെല്ലൂ. സദസ്യർ അവിടെ കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. എങ്കിലും ചാച്ചാജിക്ക് സമാധാനമായില്ല. പശുവിൻ്റെ ഉടമസ്ഥൻ്റെ പേരും വിലാസവും കുറിച്ചെടുത്തിട്ടേ അദ്ദേഹം യാത്ര തുടർന്നുള്ളൂ. പിറ്റേന്ന് രാവിലെ ജവഹർലാൽ തൻ്റെ ഭൃത്യനെ വിളിച്ചു വരുത്തി 30 രൂപ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നോക്കൂ ഹരി, ഈ തുക ഈ കടലാസ് തുണ്ടിൽ കാണുന്ന മേൽവിലാസക്കാരന് എത്തിച്ചു കൊടുക്കണം. പശുവിൻ്റെ ചികിത്സക്കായി ഞാൻ തന്നയച്ചതാണെന്ന് പ്രത്യേകം അറിയിക്കണം. താങ്ക് യു ഋഷിക. കൂട്ടുകാരെ, ചാച്ചാജി കഥകൾ ഇഷ്ടമായോ? ഇനി കേൾക്കാം അറിയാം ഇന്നത്തെ കറണ്ട് ക്ലിക്സ്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പിൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസ് ഏതാണ്? കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസ്. കൂട്ടുകാരെ, നിങ്ങൾ കാത്തിരിക്കുന്ന ചോദ്യം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. വീണ്ടും കേൾക്കുന്നതുവരെ ദിസ് ഇസ് RJ അശ്വിത സൈനിങ് ഓഫ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM അഡോണ 39.25. പറയാൻ പാഠം കേട്ടു രസിക്കാം.